ജസ്ന മരിച്ചിട്ടില്ല, അവളെ ആരോ ഒളിപ്പിച്ചിരിക്കുന്നതായി പിതാവ്. കൊച്ചുമകളുടെ പ്രായമുള്ള തന്നോട് PC ജോർജ് MLA പറയാൻ പാടില്ലാത്ത ഭാഷയാണ് പറഞ്ഞതെന്ന് ജസ്നയുടെ സഹോദരി. 2 മാസത്തിൽ അധികമായി ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതെയായിട്ട്. വീട്ടുകാരും നാട്ടുകാരും പോലീസും നടത്താവുന്ന അന്വേഷണം എല്ലാം നടത്തി. പക്ഷേ ജസ്ന എവിടെയെന്നും എന്തു പറ്റിയെന്നും ആർക്കും ഒരു തുമ്പുമില്ല. ഫോൺ പോലും എടുക്കാതെ ജസ്ന പോയത് എവിടേക്കാണ്? ജസ്ന തിരിച്ചു വരുമെന്നുള്ള കാത്തിരിപ്പാണ് ഈ കുടുംബത്തിനുള്ളത്. ജസ്ന തിരിച്ചു വരുമെന്നും അവളെ ആരോ ഒളിപ്പിച്ചിരിക്കുന്നതാണെന്നും തങ്ങളെ വിട്ട് ജസ്നയ്ക്ക് പോകാൻ കഴിയില്ല എന്നുമാണ് പിതാവും സഹോദരങ്ങളും ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ നാട്ടിൽ പറയുന്ന കഥയുടെ അറ്റം പിടിച്ചുകൊണ്ട് PC ജോർജ് MLA പറഞ്ഞത് മറ്റൊരു കഥയാണ്. ഇതിൽ ആര് പറയുന്ന കഥയാണ് ശരി എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ജസ്നയെ കാണാതായ സംഭവങ്ങൾ മനസ്സ് തുറന്നുകൊണ്ട് മെട്രോ TVക്ക് മുമ്പിൽ ഇവർ വിവരിക്കുന്നു. ഞാനത് മീഡിയയിൽ അന്ന് പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. എൻ്റെ കൊച്ച് എനിക്ക് വേദന വരുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല, ട്രാപ്പിലായതായിരിക്കാം എന്ന് അന്നും പറയും. തീർച്ചയായിട്ടും എനിക്ക് ഇത്ര പ്രായമായിട്ടേ ഉള്ളൂ, ഞാൻ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ ഞാൻ കേട്ടു. വിഷമമില്ലാത്ത കൊച്ച് തിരിച്ചു വരും എന്ന് ഞങ്ങളുടെ വീട്ടിലെ ബന്ധത്തിൽ, ഞങ്ങൾ 4 പേരിലെ ഉള്ള ബന്ധത്തിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ കൊച്ച് ചെയ്യത്തില്ല. നിലപാട് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ നിലപാട് ബോധ്യമില്ലാതെ പറയില്ല. അതായത് പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് ജസ്ന എന്ന് പറഞ്ഞ ഒരു വേദനയായിട്ട് നിൽക്കുകയാണ്. മുക്കുടുകാർ ഉൾപ്പെടെ ആ വീടിരിക്കുന്ന മേഖല ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ പേരും പറഞ്ഞ വികാരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ പങ്കുവച്ചത് അതാണ്. ഞാനത് പങ്കുവച്ചില്ലെങ്കിൽ ആ നാട്ടുകാരുടെ ഇടയ്ക്ക് ഞാൻ മോശവും. ഇത്രയും നാൾ ഞാൻ പറയാതിരിക്കാൻ നോക്കി, കാരണം വേണ്ട എന്ന്. അപ്പോൾ ഞാനും കൂടെ കൊലപാതകത്തിന് കൂട്ടാൻ നോക്കി, അത് കേൾക്കാൻ ഞാനില്ല. അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്. അത് തന്നെയല്ല, ഇന്നലെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായി. ഞാനത് പറഞ്ഞു കഴിഞ്ഞ് ഈ ജസ്സയുടെ ഒരു സഹോദരി ആദ്യം എന്നെ വിളിച്ച് വലിയ ചൂടായിട്ട് സംസാരിച്ചു. ഞാൻ പിന്നെ ഒന്നും പെൺകുട്ടിയല്ലേ, ഞാൻ മോളെ ഞാൻ പറയേണ്ടത് വന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല, മോള് അതിനകത്ത് വഴക്കുണ്ടാക്കണ്ട. അവിടുത്തെ ആളുകളുടെ വികാരമാണ്, ആളുകളുടെ വികാരം നോക്കിയാണോ സംസാരിക്കുക, ഞാൻ അതേയല്ലോ. അത് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ചൂടാകുക, ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് ചിരി വന്നു. ഒരു സഹോദരൻ നഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. അവിടെ ചൂടായി ചേട്ടവും എൻ്റെ അപ്പനെ വിളിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോഴേക്ക് 100% അവരാന്ന് ഇപ്പോൾ വിശ്വസിക്കുക. എന്നോട് ക്ഷമിക്കണം പറയുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ആങ്ങള ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യിക്കില്ലേ, ഭീഷണി സർവ്വമാണ്. വേറൊരു അനുഭവമുണ്ട്. ഇതിനു മുമ്പ് ആ പത്തനംതിട്ട SP ഈ അപ്പനെ ഒന്ന് വിളിച്ചെന്നും പറഞ്ഞ് ഈ മക്കൾ രണ്ടും കൂടെ ചെന്ന് എന്തൊരു വഴക്കായി എന്നറിയും. ഈ അപ്പനെ വിളിക്കുമ്പോൾ മക്കൾക്കെന്നെ എത്ര വിഷമം, ഒരു കൊലപാതകം വന്നാൽ തെളിയിക്കണ്ടേ. ഒരു 11 സമയം ഉറങ്ങില്ല, രാത്രിയായി. വീണ്ടും ഫോൺ എടുത്തോ ഈ കൊച്ച. ഞാൻ വെച്ചാൽ എന്നെ മോളെ നിന്നോട് ഞാൻ സംസാരിച്ചല്ലോ. അവൾ നിർത്താത്ത വർത്തമാനമാണ്. ഞങ്ങളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് പോകാനുള്ള പോയി പിന്നെ ഇതിനെ കരയുന്നത്. ഇത്രയും മോശമായിട്ടൊക്കെ കൊച്ചു സംസാരിച്ചപ്പം എനിക്ക് സംശയം കൂടുകയാണ്. ആ കുട്ടി ഇപ്പോൾ 78ാമത്തെ ദിവസമായി. സാമാന്യമര്യാദയ്ക്ക് ഏത് വലിയ ആളാണെങ്കിലും, ഏത് ഒളിച്ചിരിക്കാൻ കഴിവുള്ളവനാണെങ്കിലും ഒരു 50 ദിവസത്തിന് മുകളിൽ ഒളിച്ചിരിക്കാറില്ല, എവിടെയെങ്കിലും പുറത്തു വരും. ഇത് 78 ദിവസമായിട്ടും ഒരു പിടിയില്ല. അതുകൊണ്ട് ആ കുട്ടി ജീവിച്ചിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാനില്ല, ഉള്ളത് നിങ്ങളോട് പറയണ്ടേ. ഞാൻ അവിടെ ചെന്ന് അവിടെ ഉമ്മൻചാണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹം വരുന്ന പറഞ്ഞാൽ വളരെ ഒരു സംഭവമാണ്. അതുകൊണ്ട് പക്ഷേ ഞാനൊന്ന് വീട്ടിൽ കയറി അദ്ദേഹം വരുമ്പോഴത്തേന് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ഈ അപ്പനും മകളും, ഒരു മകളും ഒരു മകനും ഉണ്ട്, 3 പേരും കൂടെ രാജോചിതമായ സ്വീകരണം നൽകി എന്നെ പിടിച്ച് കേട്ടുപോവുക. ഞാനത് എന്ത് ഇടപാട് ചെയ്യുമേ? ഒരു മകൾ മരിച്ചതിന് യാതൊരു ഫീലിംഗ് അവിടെ കണ്ടില്ല. മകളെ കാണാൻ പോയിരിക്കുകയാണ്, സമ്മതിച്ചു. ആ ഫീലിംഗ് വേണ്ടേ? അപ്പോൾ ഞങ്ങൾ അകത്തിരുന്ന് സംസാരിക്കുമ്പോഴും ചിരിച്ചോണ്ടാണ് ഈ അപ്പനും ആ സഹോദരനും വർത്തമാനം പറയും. അതാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഉമ്മൻചാണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഉമ്മൻചാണ്ടി വന്ന് ഞാൻ ചേട്ടാ പോവാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി റോട്ടോട്ട് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന മുഴുവൻ പേരും എന്നോട് പറഞ്ഞു,
ആ പെരയ്ക്ക ഒന്ന് മാന്തി പരിശോധിക്കണം. നിങ്ങളത് പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുകയാണ്. നിഷ അലക്സ് എന്ന് പറയും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഇവർ അയൽവാസിയാണ്. ആ നിഷ അലക്സിനെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് വിളിച്ചൊന്ന് സംസാരിക്കണം. നിങ്ങൾ സഹോദരിയായ നമുക്ക് വിഷമമില്ല എന്ന് ആണ് പി സി ഉൾപ്പെടെ പറയുന്ന ഒരു ആരോപണം. പി സി ജോർജ് ഉൾപ്പെടെ പറയുന്നത് എന്താണ് ആ വിഷയത്തിൽ? കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജസ്ന പോയി 2 ദിവസം കരഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കരഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ജസ്ന 2 ദിവസം കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഇന്ന് 78 ദിവസമായി. ഞാൻ കരഞ്ഞത് ഇന്നലെയാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ ഇന്നലെയാണ് പിന്നെ കരയുന്നത്. അതെന്നോട് അത്രയും മര്യാദ ഇല്ലാതെ ഒരു പെൺകൊച്ചിനോട് സംസാരിച്ചിട്ടാണ്. പി സി ജോർജ് സംസാരിച്ചിട്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചതല്ല, ഞാൻ വിളിച്ചതാണ്. അത് ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് നിയമസഭയിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫാദറിനെയും ചേച്ചി അനിയനെയും ചോദ്യം ചെയ്യണം. അവരെ എന്താണ് ചോദ്യം ചെയ്യാൻ മടിക്കുന്നത് എന്നുള്ളത് പോലീസിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഷോൺ ജോർജ് സാറിനെ ഞാൻ വിളിച്ചു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാർ എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ മോളോട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാറാണ് ആ വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നത്. നിയമസഭയിൽ സാർ പറയുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഷോൺ സാർ എന്നോട് പറഞ്ഞു, മോളെ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, സംശയമുള്ളവരെ അന്വേഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അന്ന് 75 ദിവസമായിരുന്നു. ഈ 75 ദിവസമായിട്ടും പോലീസ് ഞങ്ങളെയും ഫ്രണ്ട്സിനെയും എത്ര പ്രാവശ്യം ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതുപോലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വെച്ചുച്ചിറ അല്ല, ഇപ്പം ഷാഡോയും അല്ലാണ്ട് സ്പീഡ് ടീമൊക്കെ ഞങ്ങളെ മാത്രമല്ല പലരും തിരുവല്ലയിൽ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, SP ഓഫീസിൽ കൊണ്ടുപോയി, ഇവിടെ വന്ന് പലയിടത്ത് വെച്ച് ഞങ്ങളെ ഒരു 5-6 പ്രാവശ്യം ചോദ്യം ചെയ്തു. നമുക്കറിയാലോ കാര്യങ്ങൾ എന്താന്ന്. ഞങ്ങൾക്ക് സത്യം എന്താണെന്നറിയാം. അന്ന് വിളിച്ചപ്പം സമാധാനമായിട്ടായിരുന്നു, ശാന്തമായിട്ടായിരുന്നു കേട്ടത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സാറിങ്ങനെ പെട്ടെന്ന് ചൂടാകുന്നിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ എന്നെ ആദ്യം വിളിച്ചപ്പം നല്ല മര്യാദയോടെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ ജസ്ന ശരിക്കും എന്നാ പോയത്, എത്ര മണിക്കാണ് പോയത്, എന്താ സംഭവം, എരുമേലി ചെന്നിട്ട് കോളേജിൽ പോയതല്ലേ? ഞാൻ പറഞ്ഞു, അല്ല സാർ, രാവിലെ ഇന്ന സമയത്ത് ഇറങ്ങി, ഇന്ന ബസ്സിൽ കയറി, ഇവിടെ വന്ന് ഇറങ്ങി, അവിടെ നിന്ന് മുണ്ടക്കയം ഇന്ന ബസ്സിൽ കയറിയിട്ടുണ്ട്, ഇതിലെ CCTV ഞങ്ങൾ കണ്ടതാണ്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ അറിവൊന്നുമില്ല സാർ എന്താണെന്ന് വെച്ചാൽ. അതെല്ലാം സമാധാനമായിട്ട് ഇരുന്ന് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മോളെ, മോളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. പോലീസിനോട് ചോദിച്ചാൽ പോലീസുകാരൊന്നും പറയില്ല, മോളിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തായാലും നീ വിഷമിക്കൊന്നും വേണ്ട, നീ നിൻ്റെ കാര്യം നോക്കിക്കോ, ഇത് ഓർത്ത് നീ ടെൻഷൻ അടിക്കുന്നു വേണം, നീ നിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ഒരു ഇത് പറഞ്ഞു, അത് ഇപ്പം ഞാൻ എന്നാ ചെയ്യാനാ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, അങ്ങനെ പറ്റിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് സംഭവം അറിയുന്നത് എന്നോട് പറഞ്ഞ് മാന്യമായിട്ട് പറഞ്ഞ് വെച്ചതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ബ്രദറ്, എനിക്കറിയില്ലായിരുന്നു, ഇന്നലെ രാവിലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടു, എനിക്ക് ഷെയർ ചെയ്തു, എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, എന്താ കാര്യം എന്ന് പറഞ്ഞു. നമ്മൾ മോളെ ഞാൻ രാവിലെ മുതൽ മീഡിയാസിനോട് സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയില്ല, മോൾ എന്നെ ഇന്നലെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ സത്യം അറിഞ്ഞത്, അതിൻ്റെ മുമ്പ് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ ആണത്, അപ്പം നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എത്ര പേരോട് സമാധാനം പറയണം, സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പലരും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും, നീ നിൻ്റെ കൊച്ചിനെ നോക്കിക്കോ, നീ ഇതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ ഈ കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞ അവരോട് ആ ലിങ്ക് കട്ട് ചെയ്യാൻ പറഞ്ഞോളാം, അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് കട്ട് ചെയ്താണ്. പിന്നെയും വീണ്ടും ആ ലിങ്ക് കട്ട് ചെയ്യാമെന്ന് രാവിലെ പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അതൊന്നും പോയിട്ടില്ല. പിന്നെ ബ്രദർ വിളിച്ച് പറഞ്ഞു, അത് വേറെ മീഡിയാസ് ഇടുന്നുണ്ട്, ഇതുവരെ അത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചു, ഇപ്പോൾ സ്റ്റാഫാണ് എടുത്തത്. അന്നേരം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പുള്ളി കൂട്ടാക്കിയില്ല. ആ ഒരു റെക്കോർഡ് നൈറ്റിലാണ് ആ സമയത്ത് 11 11 രാത്രി വിളിച്ചത് 11 മണി സമയത്തൊന്നുമല്ല, ഒരു 8:30 9 സമയം. 2 തവണ ഞാൻ 3 തവണ വിളിച്ചു ഇന്നലെ.
എൻ്റെ കയ്യിലുണ്ട് കോൾ. 10 മണിക്ക് ശേഷം വിളിച്ചില്ലേ? 10 മണിക്ക് ശേഷം ഞാൻ വിളിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കാതെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പുള്ളി മാന്യമായിട്ടല്ല സംസാരിച്ചത്. നീ എന്തിനാടി കൊച്ചെ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നോട് രാവിലെ മുതൽ പറയുന്നുണ്ടല്ലോ, നീ പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു സാർ, ഞാൻ അങ്ങോട്ട് ഒന്ന് റേസായിട്ട് ഒന്നുമല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. എൻ്റെ പുള്ളി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളൊന്നും എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പോലും പാടില്ല. നീയൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിൻ്റെ നമ്പർ തന്നെ എൻ്റെ ഫോണിൽ കാണാൻ പാടില്ല. ഞാൻ എന്നെ അത്ര മോശമാണോ? ഞാൻ പറഞ്ഞു സാർ, ഞാൻ എൻ്റെ അനിയത്തിയാണ് പോയതെന്ന് പറഞ്ഞു. നിൻ്റെ അനിയത്തിയാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. നീ അതുപോലൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. എന്താ നീ എനിക്കിപ്പം നാട്ടുകാർ പറയുന്നതെല്ലാം എനിക്ക് ഇപ്പം സത്യമാണെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം കൂടെ കൊച്ചിനെ എന്തുകൊണ്ട് ചെയ്തതാ? നീ ഒന്നും പറയുന്നും വേണ്ട. നിൻ്റെ സംസാരം കേട്ടറിയാലോ നീ തൻ്റെടിയാണെന്ന്. ഞാൻ അങ്ങോട്ട് ഞാൻ എൻ്റെ ബ്രദർ അടുത്തിരിപ്പുണ്ട്, അവന് പോലും മനസ്സിലായില്ല സാറിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുവാന്ന്. ഞാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, എന്ത് വകുപ്പ് ഇത് സാറിൻ്റെ അടുത്ത് ചൂടാകുന്ന? അത്രയൊന്നും അല്ല, ഒരു 10-15 മിനിറ്റ് പുള്ളി എന്നോട് ഇത് തന്നെ. ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടെന്നുള്ള ഇതാണ് പറഞ്ഞത്. നിന്നെ പോലുള്ള ഒരുത്തി എന്നെ ഫോണിലേക്ക് വിളിക്കാൻ പാടില്ല. പുള്ളി ഉദ്ദേശിച്ചത് എന്നാന്ന് പുള്ളിയോട് തന്നെ ചോദിക്കണം. ഞാൻ സാറിൻ്റെ കൊച്ചുമോളാകാനുള്ള പ്രായമുള്ളൂ. ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒത്തിരി രാഷ്ട്രീയക്കാരെ ഞാൻ കണ്ടു, പലരെ ഞാൻ കണ്ടു. ഇങ്ങനൊരു വാക്കൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? സാറല്ലേ ഇതിട്ടത്, സാറല്ലേ ഇത് മാറ്റാനുള്ളത്. ഞാൻ അവരെ 2 തവണ വിളിച്ച് പറഞ്ഞു, എനിക്കിതിൽ അറിയാതെ പറ്റിപ്പോയതാണ്, മാറ്റാൻ പറഞ്ഞു. അവന്മാർ മാറ്റുന്നില്ല. പിന്നെ എനിക്ക് അവന്മാരെ കൊല്ലാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പോൾ പറഞ്ഞു, നീ എന്തേലും പോയി ചെയ്യേ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്ക് നിൻ്റെ ഒന്നും വീട്ടിൽ പ്രാർത്ഥനയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, നിനക്കൊന്നും വേറെ പണിയില്ല, നീ നിൻ്റെ ലൈഫ് പോയി നോക്കടി. അപ്പം ഞാൻ പറഞ്ഞു, സാറെല്ലാം കൂടി ഇനി എന്നെ ലൈഫ് നോക്കാനാ? എൻ്റെ ലൈഫൊക്കെ നിങ്ങളെല്ലാം ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ ലൈഫെല്ലാം കുളമായി, ഇനിയിപ്പോൾ ലൈഫ് നോക്കാനുണ്ട്. നീയൊക്കെ എന്നാ വർത്താനമാണ് പറയുന്നത്? എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഞാൻ ആ റെക്കോർഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ അത്രയും ഉണ്ടല്ലോ, അത് മീഡിയയ്ക്ക് കൊടുത്താൽ സാറിന് നേരെ ഓപ്പോസിറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പിന്നെ വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. സാർ നീ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞു മോളോടൊക്കെ പറഞ്ഞ് വളരെ മോശം. നീ വേശ്യാപ്പെണ്ണ് സംസാരിക്കുന്നതിലാണോ എന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ഒരു MLA. അത് അതിൻ്റെ അനിയത്തി പോയ വേദനയിൽ ഷെയർ ചെയ്യേണ്ട ആളാണ്. ജസ്റ്റിയുടെ സഹോദരിയാണ് മോശമായി സംസാരിച്ചതെന്നാണ് PC പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതെ, ഞാൻ ഓക്കെ. എന്തിന് സാറിൻ്റെ റെക്കോർഡ് മാത്രം എൻ്റെ ഫോണിൽ റെക്കോർഡായില്ല? PC ജോർജിനെ വിളിച്ചിട്ട് ഫോൺ റെക്കോർഡ് ആവുന്നില്ല. സാറിൻ്റെ എന്നെ തൊട്ട് മുമ്പ് വിളിച്ചോടെ റെക്കോർഡായി, സാറിൻ്റെ കഴിഞ്ഞ് വിളിച്ചോടെ എൻ്റെ റെക്കോർഡായി. സാറിൻ്റെ ഫോൺ റെക്കോർഡ് മാത്രം എന്താ എൻ്റെ ഫോണിലാണ്? സഭ്യമല്ലാത്ത ഭാഷയിൽ പുള്ളി സംസാരിച്ചു. എനിക്ക് ഇത്രയും പ്രായമായിട്ടേ ഉള്ളൂ, ഞാൻ കേൾക്കാൻ പാടില്ല, അതൊക്കെ ഞാൻ കേട്ടു. നിൻ്റെ അനിയത്തി പോയുള്ളതൊന്നും നിനക്ക് വിഷമമില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, അന്ന് നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ അതെന്താ സാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു, അന്ന് ഉമ്മൻചാണ്ടി സാറ് വന്നപ്പം നിങ്ങളാരും കരയുന്ന കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ കരയുന്നതായിരുന്നോ സാറിന് കാണേണ്ടത്? ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നാൽ മതിയായിരുന്നോ? അത് ഇവരൊക്കെ വരുമ്പോൾ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞ് ഇവരൊക്കെ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ച് 2 ഫോട്ടോ എടുക്കുന്നതാണോ വേണ്ടത്? അല്ല. അന്ന് വന്നാൽ ഇവർ പറയും, മോളെ കരഞ്ഞിട്ട് കാര്യമില്ല, മോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനല്ലേ പറയുള്ളൂ. അപ്പം ഞാനിതെല്ലാം കണ്ടതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം പോലെ നിന്നിട്ട് അതാണ്. ഇപ്പം ഞാൻ കരയാതെ ഞങ്ങളെല്ലാം 3 പേര് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കണം. സമൂഹം പറയുന്നത് നിങ്ങൾക്ക് കരയുന്നില്ല, വിഷമമില്ല. വിഷമമില്ലാത്തത് കൊച്ച് തിരിച്ചു വരും എന്ന് ഞങ്ങളുടെ വീട്ടിലെ ബന്ധത്തിൽ, ഞങ്ങൾ 4 പേരിലെ ഉള്ള ബന്ധത്തിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ കൊച്ച് ചെയ്യത്തില്ല. ഞാൻ പല മീഡിയയിൽ പല പ്രാവശ്യം പറയും. തീർച്ചയായിട്ടും ഞാനത് മീഡിയയിൽ അന്ന് പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. എൻ്റെ കൊച്ച് എനിക്ക് വേദന വരുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ട്രാപ്പിലായതായിരിക്കാം എന്ന് അന്നും പറയും. തീർച്ചയായിട്ടും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനത് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ. ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ടുള്ള അത്ര ശത്രുക്കളുള്ളതെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷെ എന്തായാലും സാമ്പത്തിക ബാധ്യത ഇരിക്കോ? ഇല്ല.
സാധ്യതയില്ല. അത് ചോദിച്ചത് അത്തരം ഒരു ശത്രുതയിലേക്ക് ഉണ്ടായി താങ്കളെ വരുതി നിർത്താനുള്ള ശ്രമമാണ്? അങ്ങനെയില്ല. ഈ പറയുന്ന ആ ട്രാപ്പിലാക്കി എന്ന് ആ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കൊച്ച് ഞങ്ങൾ 4 പേര് മമ്മി പോയി കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പിള്ളേരും ഞാനും ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബന്ധമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ച് പാത്രത്തിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. ആ ഒരു ബന്ധം സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുവരെ ഞങ്ങൾ മമ്മി മരിച്ചു കഴിഞ്ഞല്ലോ, ഇപ്പം ഇത്ര ആരോപണങ്ങൾ വരുന്നുണ്ട്. പപ്പ ഞങ്ങൾക്ക് ഫുഡ് തരുന്നില്ല, പല രീതിയിൽ പപ്പായും മക്കളും വേറെ വേറെയാണ് താമസിക്കുന്നത്, പിന്നെ കേൾക്കാൻ പാടില്ലാത്ത പലതും. ഇതൊന്നും ഞങ്ങളൊന്നും ഇതുവരെ ഇത്രയൊക്കെ കേട്ടിട്ടും ഞങ്ങളൊന്നും അത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ സാറിനെ പോലെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരാൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അത് ഇവർ തന്നെയാണ് നടത്തിയത്. അവർ നടത്തി വന്നു, വീട്ടിൽ വന്നു. എൻ്റെ അടുത്ത് കാര്യമായിട്ട് ആദ്യം തന്നെ എല്ലാം ചോദിക്കായിരുന്നെങ്കിൽ സാറിന് ഇപ്പോൾ ആ നിയമസഭയിൽ അങ്ങനെ പറയേണ്ട ഒരു ഇത് വരത്തില്ലായിരുന്നു. നാട്ടുകാർ പറയുന്നത് സാറിനോട് ഞാൻ പറഞ്ഞു, സാറ് എന്നോട് പറഞ്ഞു നിനക്ക് 10 പേരുടെ പേര് വേണോ, ഇപ്പം വേണോ, ഞാൻ തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാർ എൻ്റെ വീടിൻ്റെ അവിടെ ഒന്ന് നോക്കിയോ. സാറ് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് ഞങ്ങളുടെ വീട്, ആൻറ്റിയുടെ വീടാണ് ഞങ്ങളുടെ വീടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ വന്ന് എന്തായാലും കേരള പോലീസ് പൊട്ടന്മാരൊന്നും അല്ലല്ലോ, ഇത്രയും നാളത്തേക്ക് അന്വേഷിച്ചു. ഈ രീതിയിലെല്ലാം ഞങ്ങളെ ചോദ്യം ചെയ്തു. ഞങ്ങളുടെ ക്യാമറ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വേറെ ജസ്നയ്ക്ക് വേറെ ക്യാമറ ഉണ്ടോ? എൻ്റെ ഫോൺ നോക്കുന്നുണ്ട്, എൻ്റെ എല്ലാവരുടെയും ഫോണും കാര്യങ്ങളും. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഓരോ നമ്പർ വരുമ്പോൾ ഇന്നാറ് വീട് പരിശോധിച്ചു. എത്ര പ്രാവശ്യം ഞങ്ങളുടെ ജസ്ന കിടക്കുന്ന മുറിയിൽ ഓരോ ബുക്കിൻ്റെ പേജ് വരെ ഒരു റൂമിൽ 5-6 പേര് കയറിയിട്ട് 4-5 മണിക്കൂർ, അതായത് ഭിത്തിയിൽ വല്ല എഴുതിയിട്ടുണ്ട്, ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ബുക്കിൻ്റെ ഓരോ പേജുകളും മറിച്ച് ഡ്രസ്സ്, ബെഡ്, സർവ്വതും 4-5 പ്രാവശ്യം പരിശോധിച്ചു. പിന്നെ ഒരെണ്ണമുള്ളത് ജസ്നയുടെ റൂം എന്തോ പഴയതാണെന്നാണ്, അത്ര സൗകര്യമില്ലാത്തൊരു റൂമെന്നാണ്. ജസ്ന ആ റൂമിലിരുന്നേ പഠിക്കുകയുള്ളൂ. ഞാൻ അത് പിന്നെ ഇപ്പോൾ ഒരു ഇത് വരുന്നത് അവരൊരു ഫ്രണ്ട്സ് ഒരു 5 പേരാണ്, ജസ്നയും കൂട്ടി ഒരു 5 പേരാണ്. ആ ഒരു ചെക്കനെ വെച്ചിട്ടാണ് ഇപ്പം എല്ലാവരും മീഡിയാസും എല്ലാം വരുന്നുണ്ടാക്കുന്നത്. അത് സത്യമാണോ എന്ന് പോലീസുകാരന് അറിയാം. പോലീസുകാർ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊന്നും അറിയാണ്ടാണ് ഇപ്പം ഓരോ കാര്യങ്ങൾ പറയുന്നത്. ബന്ധമില്ലെന്നല്ല, അവര് നമുക്ക് പറയാൻ പറ്റില്ല. സംശയത്തിൻ്റെതായ ഒരു ഇതും വന്നിട്ടില്ല, അങ്ങനൊന്നും വന്നിട്ടില്ല. ഇല്ല, അവന്റെ ഫോൺ റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ ഫോണും നിരീക്ഷണത്തിലാണ്. ഈ ഫോൺ കോളൊന്നും വന്നിട്ടില്ല ഈ പറയുന്ന നമ്പറിലേക്ക്, ഈ ഫോണിലേക്ക് എന്നെ വിളിച്ച കൂട്ടത്തിൽ ബാക്കി പിള്ളേർ വിളിച്ചെന്ന് പറഞ്ഞില്ലേ, 3 കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. അത്രേ ഉള്ളൂ. മറ്റു സുഹൃത്തുക്കളുണ്ടായിരുന്നു കോളേജിൽ? ഈ 5 പേരല്ലാത്തവർ ഇത്ര അടുപ്പം കാണിച്ചിട്ടില്ല. കോളേജിലെ പിള്ളേരും ഹോസ്റ്റലിലും അധ്യാപകരും ഒക്കെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അതെ അതെ, ഹോസ്റ്റലിൽ ആദ്യം നിന്ന് പഠിച്ചു. അതിന് മമ്മി മരിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് വെക്കേറ്റ് ചെയ്തില്ല, പോയി വന്നുകൊണ്ടിരുന്നു. അത് ഇവർ തന്നെ ഉള്ളൂന്ന് ഉള്ളതിൽ പോയി വന്നുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ വെക്കേറ്റ് ചെയ്യണോ, സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്താ തീരുമാനം എടുക്കുന്നത്. സിസ്റ്റർ എൻ്റെ അടുത്ത്, അവളുടെ സിസ്റ്റർ എന്നെ വിളിച്ചു. അപ്പം അവള് ഹോസ്റ്റലിൽ കയറുന്നുമില്ല, അപ്പോൾ എന്താ ചെയ്യണ്ടേ. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിൻ്റെ തീരുമാനം, നിനക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാമെങ്കിൽ നീ ഇവിടെ നിന്ന് പഠിച്ചു, അവിടെയാണെങ്കിൽ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പഠിക്കില്ല, ഇവിടെ വന്നാലേ എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഇവിടെ വന്നാലേ പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ രാവിലെ അവർ രണ്ടുകൂടെ പോകും. പപ്പ 7:30 പോകും, ബാക്കി 8:30 അവരും പോകും. വീട്ടിൽ ആരും ഉണ്ടാവില്ല. പിന്നെ വൈകിട്ട് ജസ്റ്റിന് 5 മണിയാവാൻ വരും ആൻറ്റിയുടെ വീട്ടിലേക്ക്. ഇവിടെ ആൻറ്റിയുടെ വീട്ടിൽ വരും. അനിയൻ അത് കഴിഞ്ഞിട്ട് വരും. പിന്നെ അവരവിടെ ഷട്ടിൽ കളിയും പരിപാടിയും ഫുഡും എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ഒരുമിച്ചാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. പോകുന്ന ദിവസം രാവിലെ ആൻറ്റിയുടെ വീട്ടിൽ പോവാന്ന് വിളിച്ചു പറഞ്ഞു. തലേദിവസം പറഞ്ഞു. രാവിലെ പോകും പറഞ്ഞില്ല. ഞാൻ രാവിലെ എങ്ങനെ പോകും ചോദിച്ചില്ലേ? ഇല്ല, അങ്ങനെ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഒരു ഇന്നിപ്പോൾ പോകുന്നു എന്നുള്ളൊരു സൂചന കറക്റ്റായിട്ട് ഞാൻ ഇന്ന സമയത്ത് പോകുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മോനോട് കൊണ്ടുവിടാൻ പറഞ്ഞാൽ. അതെ, പിറ്റേ ദിവസം സാധാരണ രാവിലെ പോകുമ്പോൾ ഞാൻ പിന്നെ അടുത്ത് പോവാണ് എന്ന് പറയണ്ടേ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. തലേദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു. എങ്ങനെ പോകും ചോദിച്ചില്ല. ഇല്ല, അത് നമ്മൾ ചോദിച്ചില്ല. അവൾ ചില ദിവസം ഓട്ടോയ്ക്ക് വരുന്ന, ചിലപ്പോൾ ഈ ഇവിടെ എൻ്റെ ഒരു പെങ്ങളുണ്ട്, ഇപ്പോൾ ഇവിടെ അവിടെ തൊട്ടടുത്തു നിന്നാണ് ഞാൻ വിളിച്ചത്. ആ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ അതിൽ വരുന്ന റിട്ടേൺ ഓട്ടോയ്ക്ക് കയറി ഇവിടെ വരും. എന്തായാലും പ്ലാൻ ചെയ്തതല്ല. അവളുടെ ഐഡൻറ്റിറ്റി കാർഡും ആധാർ, ബാങ്ക് അക്കൗണ്ട് ബുക്ക് എൻ്റെ കയ്യിലാണ്, ATM കാർഡ് എൻ്റെ മോൻ്റെ കയ്യിലാണ്, പിന്നെ
ഐഡൻറ്റി കാർഡും എല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നെ അവളുടെ കെട്ടിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും ദുരൂഹത എന്ന് പറയുന്നത് തിരിച്ചു വരും, ആരോ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു അപ്പനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞങ്ങളിപ്പോഴും അങ്ങനെ ആരോ മാറ്റി നിർത്തിയിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. അത് ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ് മനസ്സ് പറയുന്നത്? അത് പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ അധപ്പതനമായിരിക്കാം, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരിങ്ങനെ വിചാരിച്ച് കാണും 2 ദിവസത്തിനുള്ള മാറ്റിയതായിരിക്കും. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ കേസ് സ്ട്രോങ് ആക്കി. ഇപ്പം വിടാൻ ഒട്ടും സാധ്യതയില്ല. അവർ വിട്ടാൽ അവർ ശരിക്കും പോലീസിൻ്റെ കയ്യിൽ, എന്നുവെച്ചാൽ പോലീസ് തന്നെ അതിന് കഷ്ടപ്പെടും, ശരിക്കും അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പം വിട്ടാൽ അവർക്കത് ഒട്ടും സുരക്ഷിതമല്ല. അതായിരിക്കാം ചിലപ്പോൾ ഈ കേസിൽ ഒതുങ്ങിയിട്ട് ചിലപ്പം വരാനാണ്, ഒന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ജസ്ന വരുമെന്ന്, ഞാൻ ഇത്രയും നിൽക്കുന്നതും വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപായം പറ്റുമല്ലോ, വേറെ എന്തെങ്കിലും ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ന്യൂസ് അറിയാം. എല്ലാം ഇതുവരെ കിട്ടിയിട്ടുള്ളിടത്തോളം ജസ്ന വരുമെന്ന് എനിക്ക് വിശ്വാസം. അച്ഛന്മാരുടെയും അല്ലാത്തവരുടെയൊക്കെ മെസ്സേജുകൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതൊക്കെ അവിടെ എല്ലാം പറഞ്ഞത് തന്നെ, കൊച്ചു ജീവനോടെ തിരിച്ചു പോകും, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും, ആ ഒരു വിശ്വാസം. ഇവിടെ 1-2 പേരിങ്ങനെ പറഞ്ഞാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ സമൂഹം, ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്, എന്നെ സ്നേഹിക്കുന്ന ഈ സമൂഹമുണ്ട്, ഞാൻ ഈ ജനങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കൊച്ചിനെ കാണാതായപ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത്, കുറച്ചേലും അത് സ്വാഭാവികമായിട്ട് പറയും, ജനങ്ങൾ അങ്ങനെയാണ്, അത് പറയും. പക്ഷേ ഇതിന് സത്യം ഉണ്ട്. എന്നെ അറിയാവുന്ന, ഞാനൊരു 10-20 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്, കെട്ടിടത്തിൻ്റെയൊക്കെ വർക്ക്. ഇതിനിടയ്ക്ക് മറ്റൊരു ദേശത്തല്ല, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണ് ഞാൻ ഇത്ര ഒരു പരിപാടി ചെയ്യുന്നത്. വേറെ നാട്ടിൽ, ഇവിടുന്ന് ഞാൻ കാഞ്ഞിരപ്പുള്ളോ പൊന്നുവന്തോ പത്തനംതിട്ടയിലാണെങ്കിൽ ഓക്കെ, ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ഞാനിത് ചെയ്യുമ്പോൾ ഇത്ര കാലം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഉള്ള ഇതെന്ന് പറയുന്നത് ജനങ്ങൾ തന്ന സപ്പോർട്ടാണ്. നേരെ നിന്ന് ആരോപിക്കാൻ പറ്റുന്നവരില്ല. ഊഹാപോഹങ്ങൾ ഇഷ്ടം പോലെ പറയും. ഇത്രയും ദിവസങ്ങളിൽ ആരോപണങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്ന ഒരു മനുഷ്യനോട് കൂടി ഒരാൾ പറയാം ഇന്നത് കണ്ടു, എൻ്റെ അപ്പം മോശമാണെന്ന് ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് പറ, വിത്ത് എവിഡൻസ് ഞങ്ങൾ സമ്മതിക്കാം. അല്ലെങ്കിൽ എൻ്റെ പപ്പ ഒരു പൊതുവേദിയിൽ നിൽക്കട്ടെ, സ്റ്റേജിൽ ഈ ജനങ്ങളെല്ലാം കൂടട്ടെ, അതിൽ നിന്ന് ഒരാൾ പറ, പൊതുവായിട്ട് ഞാൻ നിർത്താം, അന്ന് കൊണ്ടുപോകട്ടെ. ഞങ്ങൾ അടി പതറുന്നവരൊന്നുമല്ല, അടി പതറത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ അങ്ങനെ വളർന്നതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലായത്. ഇതിനകത്ത് 10-70 പണിക്കാർ ഇതിന് മുകളിൽ കിടക്കുന്നു. അപ്പോൾ അവരുടെ ഒരാളുടെ പോലെ തന്നെ, ഈ തൊഴിലാളികളുടെ ഒരാളായിട്ട് തന്നെ, ഞാൻ വേറെ മോഡലോ വലിയ കാരണമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറപ്പ് നല്ല. അമ്മ മരിച്ചപ്പോഴും ഇത് തന്നെ, അപ്പം മരിച്ചപ്പോഴും ഇത് തന്നെ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ മരിച്ചപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അപ്പൻ മരിച്ചപ്പോഴും ഇത് കണ്ടുകൊണ്ടിരുന്നു, എൻ്റെ ഭാര്യ മരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പം മരിക്കും എന്ന് വിചാരിച്ച ഈ അപ്പൻ മരിച്ചതും അമ്മ മരിച്ചതും ഭാര്യ മരിക്കുന്നതും കണ്ടുകൊണ്ട് നിൽക്കുകയും പ്രാർത്ഥിച്ച് നെറ്റിയ തലോടി പോവുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയൊന്നും പതറത്തില്ല. വേറൊരു ഇത് പറയുന്നുണ്ട്, ഇപ്പം എല്ലാം ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഒരു കമ്പനി ഇതേപടി കൊണ്ടുപോകുന്നുള്ളൊരു രീതിയിൽ ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളെ വിശ്വസിച്ച് ഒരു 10-100 അപ്പുറം തൊഴിലാളികൾ പണിയുന്നുണ്ട്. ഇവർക്ക് ഞങ്ങളെ പ്രതീക്ഷിച്ച് കുറേ കുടുംബങ്ങളുണ്ട്, ഇവർക്ക് ഞങ്ങളല്ലേ ഉള്ളൂ. പിന്നെ പപ്പ അതിൽ ജസ്റ്റ് ഇപ്പം പോയി നോക്കുന്നതേ ഉള്ളൂ. ഇത്രയും പണികൾ ഇപ്പം ഒരു വ്യക്തിയുടെ വീട് അല്ലെങ്കിൽ അവരുടെ വീട് പണിയാനായിട്ട് ഇട്ടിരിക്കുകയാണ്. എൻ്റെ കൊച്ചു പോയി, അതുകൊണ്ട് എന്നാൽ ശരി ജെയിംസിൻ്റെ മോള് പോയില്ലേ, അന്ന് എൻ്റെ വീട് പണിയുണ്ട്, അവിടെ പെൻഡിങ് ആയിട്ട് നിന്നോട്ടെ എന്നാരെങ്കിലും പറയുമോ? ഇപ്പോഴും പല സൈറ്റിൽ നിന്ന് വിളിച്ചിട്ട് ഈ ജസ്നയുടെ കേസ് അതൊന്നും അവർ നോക്കുന്നൊന്നുമില്ല, എന്നാ പണി തീരുന്നത് ഇന്ന് ആ ഒരു ബേസ് നേരത്തെ പോലെ തന്നെയാണ് പോകുന്നത്. വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി പോയി അല്ലെങ്കിൽ പപ്പയുടെ മോള് പോയി എന്ന് പറഞ്ഞ് എൻ്റെ മോള് പോയി, അതുകൊണ്ട് നിങ്ങളുടെ പണി അവിടെ നിൽക്കട്ടെ എന്നല്ല, ചെയ്ത് തീർക്കേണ്ടത് ചെയ്ത് തീർത്തു. അത് ഇപ്പം ഞങ്ങൾ പോകണമെന്നില്ല, ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട്, അവർ നോക്കിക്കോളും. അതൊക്കെ ഭയങ്കര പറച്ചിലാണ്. ഞങ്ങളുടെ കമ്പനി പോകുന്നു, ഞങ്ങൾ കരയുന്നില്ല, ഞങ്ങൾ സ്ട്രോങ്. എൻ്റെ ബ്രദറും ഞാനും ചിരിച്ച് അല്ലെങ്കിൽ കരയാണ്ട് നടക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരിടാമെന്നേ എനിക്കുള്ളൂ. അതെൻ്റെ പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. ഞങ്ങൾ ഈ ജസ്ന വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം ഞാൻ ഇങ്ങനെ തന്നെ പോകും. കാണുക കാണാതിരിക്കുക നമുക്കത് വെല്ലുവിളിയായിട്ട് പറയാൻ പറ്റത്തില്ല. കാണുക കാണാതിരിക്കുക അത് നമുക്ക് വെല്ലുവിളിയായിട്ട് പറയാം. പക്ഷേ അവർ തന്നെ അവരുടെ സ്വയം മനസ്സിൽ തോന്നണം, ആ പുള്ളിയിൽ ഞങ്ങൾ ആരോപിച്ചിട്ടുണ്ടല്ലോ. അല്ല എങ്കിൽ ഇപ്പം തന്നെ ഇവർക്ക് തെളിയിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറ്.
ഏതെങ്കിലും ഇവർക്ക് ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഏതെങ്കിലും തെളിയിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാർ. പോലീസ് എല്ലാ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ വഴിക്കും ഞങ്ങൾ തിരിയുന്നതും മറിയുന്നതും, ഞങ്ങളുടെ ഫോൺ ആർക്കൊക്കെ പോകുന്നു, ഞങ്ങൾ ഏതൊക്കെ വീടുകളിൽ കണക്ഷൻ ഉണ്ട് അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ച് തിരിച്ചു വരും. ഷൈനിയെ നല്ല കൊടംപുളിയിട്ട മീൻകറിയുടെ മണം വരുന്നല്ലോടി. അതൊക്കെ പറ അമ്മച്ചി, അത് ഡയനയിലെയാ. എന്റെ അമ്മച്ചി ഡയനയുടെ മണം അടിച്ച വായി കപ്പലോടും കപ്പൽ. Diana, the complete family restaurant at Patnamthitta, providing different varieties of South Indian, North Indian and Chinese dishes. Delicacies prepared by experienced chefs. We provide home deliveries too. Diana Restaurant, Aban Junction, Patnamthitta. രുചിയുടെ രസക്കൂട്ടുമായി Diana. ജസ്റ്റ് പോയത് രാവിലെയാണ്. ജസ്ന പോയത് ഒരു 8:30 ശേഷമാണ്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല? ആരുമില്ല. ഞാൻ രാവിലെ 7:15 7:30 ആകുമ്പോൾ ഞാനിവിടെ പോരും. എനിക്കിവിടെ കുറച്ച് പണിക്കാരുണ്ട്. പണിക്കാരുടെ കൂടെ ഇവിടെ നിന്നു. പണിക്കാരെ പറഞ്ഞു വിട്ടു. മോൻ ഒരു 8:45 8:05 അവൻ പോരും. അവൻ അമൽജ്യോതി എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. മോള് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഇവളും മോനും ഒന്നിച്ചാണ് കോളേജിൽ പോകുന്നത്. അവൻ്റെ ബൈക്കിലാണ് പോകുന്നത്. എല്ലാ ദിവസവും ഒരുമിച്ചാണ് ബൈക്കിൽ പോകുന്നത്. അന്ന് പോയില്ല. അന്ന് സ്റ്റഡി ലീവായിരുന്നു. 20-ാം തീയതി കഴിഞ്ഞ 21-ാം തീയതി അവധിയായിരുന്നു. 22-ാം തീയതി ഇവള് പോകുന്നൊരു തലേദിവസം ഇവൾ ഒറ്റയ്ക്ക് ഫ്രീ ആയി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏപ്രിൽ 3-ാം തീയതി അടുത്ത എക്സാം ഉള്ളൂ. അതിനുവേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് പകൽ എന്നെ ഫോൺ വിളിച്ചു. ഇവളുടെ കൂടെ പഠിക്കുന്ന 2-3 പിള്ളേരെ കൂട്ടുകാരികളെ വിളിച്ചു. എൻ്റെ ഒരു പെങ്ങളെ വിളിച്ചു. അപ്പം അവൾ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനും തന്നെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ മരിച്ച ഞങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തികളെ ഞങ്ങൾ 2 പേരാണ് വിഷയമില്ല, മോനുണ്ട വിഷയമില്ല, ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ വീട്ടിൽ അമ്മി മരിച്ചിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവള് വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഞാൻ ആൻറ്റിയുടെ അങ്ങോട്ട് വരിക, പഠിക്കാനുണ്ട്, പോരടി എന്ന് പറഞ്ഞു. അത് 21-ാം തീയതിയാണ് വിളിച്ചത്. അത് പോലീസിന് 1/2 മണിക്കൂറോളം എൻ്റെ പെങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചു. അവൾക്ക് ഇത്ര ശതമാനം മാർക്കുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, നിനക്ക് ഞാൻ ചെയിൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഇവളുടെ കൂടെ പഠിക്കുന്ന 2-3 പെൺപിള്ളേരുണ്ട്. ഇവളെ എല്ലാവരെയും ഒന്ന് കട്ട് ചെയ്ത് അടുത്ത ആളെ ഇങ്ങനെ തുരുതുരെ ഇവള് വിളിച്ചു. അവളുടെ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും മെച്ചമായി. 86% പിന്നെ NSSൻ്റെ പ്രോഗ്രാം കൂടെ കൂട്ടിയാൽ 91-96% കൊണ്ട് മാർക്കുണ്ട്. അതാണ് അവൾ പറഞ്ഞത്. കൂട്ടുകാരികളോട് ഞങ്ങൾ പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ ഇവൾ പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ ഞങ്ങൾ അന്വേഷിച്ച് തന്നപ്പം അവർ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ട് NSSൻ്റെ പ്രോഗ്രാമിൻ്റെ കൂടെ വന്നാൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് വരുമെന്ന് ചോദിച്ചു. ഇവരെ 3 പേരെയും വിളിച്ചു. അത് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉള്ളൂ. എൻ്റെ പെങ്ങളെയാണ് കൂടുതൽ സമയം വിളിച്ചിരിക്കുന്നത്. എന്നോടും 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ രാവിലെ 7:30 പോന്നു. മോനെ ഒരു 8-8:05 ആയപ്പോൾ പോന്നു. അവളെ പെങ്ങളെ വിളിച്ചത് വെച്ച് 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ 9 മണിക്ക് അവള് അവിടെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് 9:15 വരെ 9:15 ഒരു ഓട്ടോ അവിടുന്ന് ഞങ്ങളുടെ തൊട്ട് മുകളിലുള്ള ചേട്ടനാണ്. അത് ഞങ്ങൾ നേരത്തെ മുതൽ ഞങ്ങളങ്ങനെ ഓട്ടോയ്ക്ക് വരാറില്ല. പക്ഷെ മമ്മിയുള്ള സമയം മുതൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന 2-3 ഓട്ടോ ചേട്ടന്മാരുണ്ട്. അതിലൊരു ചേട്ടനാണ്, ചേട്ടൻ വീട്ടിൽ പോയിട്ട് റിട്ടേൺ വന്ന ഓട്ടോയാണ്. അതിലവൾ കൈ കാണിച്ച് ചേട്ടൻ വിട്ട് തോമസൻ എന്ന ബസ് 9:20-നാണ്. അവിടുന്ന് 9:20 ആയപ്പോൾ വന്ന് അതിന് മുമ്പ് പപ്പ ആ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഷോപ്പിൽ നിർത്താൻ വേണ്ടിയാണ്. 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. അതുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റിനെ പപ്പ കാണുമായിരുന്നു. ആ ബസ്സിനെ കടത്തി വിട്ടുപോയി. അപ്പം ബസ് ഇവിടെ സ്റ്റോപ്പിൽ വന്ന ആളെ കയറ്റിയ സമയത്ത് പപ്പ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ല, കയറി നിന്നും കണ്ടില്ല. അവിടെ ആ ഒരു ജംഗ്ഷനാണല്ലോ. ഇത് ഫ്രണ്ടിലായിരുന്നെങ്കിൽ ജസ്റ്റിനെ ഉറപ്പായിട്ട് കാണുമായിരുന്നു. ഒന്ന് ഓട്ടോയിൽ ഇറങ്ങിയായിട്ടായിരുന്നു. അന്ന് അവൾ കയറി ഞങ്ങൾക്ക് ആദ്യം ഒരു 3-4 ദിവസത്തേക്ക് കൂട്ടുകാര വന്ന് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടായി കണ്ടിട്ടുണ്ട്. ഈ ഒരു ഓട്ടോ ചേട്ടൻ ചോദിച്ചതാണ്, എവിടെ പോയെന്ന് ചോദിച്ചു. ആനയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. ഓട്ടോയിൽ ഇരിക്കുന്നതായിട്ട് കസിൻ ചേട്ടായി കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് ബസ് ഇവള് വന്ന് ഇറങ്ങി ഉടനെ ബസ്സിൽ കയറുമായിരുന്നു. അത് കയറിയത് അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലൊക്കെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് പോയപ്പം ജസ്നയുടെ നേരത്തെ പഠിച്ച സ്കൂളിലെ ഒരു സീനിയർ ചേർക്കൻ അവൻ കണ്ടു. അവൻ പറഞ്ഞു, ചേച്ചിനെ എനിക്കറിയാം, ചേച്ചി അന്ന് ബസ്സിൽ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ലേഡീസിൻ്റെ സൈഡിൽ കൂടെ കയറി. അവിടെ തിരക്കായതുകൊണ്ട് അവൾ ബാക്കിൽ ജെൻസിൻ്റെ സൈഡിൽ കൂടെയാണ് കയറിയത്. ഇവൻ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഇവനെ നോക്കി ചിരിച്ച് കാണിച്ചു. ഇവൻ്റെ ഉമ്മയുടെ അടുത്താണ് ജസ്ന പോയിരുന്നത്. അപ്പം അന്നത്തെ ദിവസം ഇവനെ
ആ ദിവസം മാത്രമേ ഇവൻ അന്ന് ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. ഇവിടെ 26 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവന് പോകണമായിരുന്നു. പിന്നെ ഇവിടെ എരുമേലി വന്ന് ഇറങ്ങി മുണ്ടക്കയം സൈഡിലേക്ക് ഓരോ റൂട്ടിലേക്കുള്ള ബസ്സിൽ ഓരോ സൈഡിലാണല്ലോ. അപ്പം മുണ്ടക്കയം സൈഡിലേക്ക് ഉള്ള ബസ്സിൻ്റെ റൂട്ടിൽ പോയി അങ്ങോട്ടായിരിക്കും പോയിരിക്കുക. ഇനി ഇവർ ബസ്സിലായതുകൊണ്ട് ഇവർ ഇങ്ങ് പോകുന്നു. അതുവരെ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ. പിന്നെ ഞങ്ങൾക്ക് പലയിടത്തുനിന്നും ഇങ്ങനെ കേട്ടു, അവിടെ കണ്ടു ഇവിടെ കണ്ടു അങ്ങോട്ട് കണ്ടു. പിന്നെ ഒരു ചേട്ടൻ ഒരു കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, ഒരു ബിജു എന്ന് പറയുന്നത്. അങ്ങനെ കേസ് അങ്ങനെ പലതും വന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് വേറെ ക്ലൂ ഒന്നും ഇല്ലാത്ത നമ്മൾ പല വഴിക്ക് നടക്കുകയാണ്. ഞാൻ, ബ്രദറ്, കസിൻസ് ഞങ്ങളെല്ലാം ഓരോ പോലീസുകാരുടെ കൂടെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിയുന്നത് മുണ്ടക്കയം പോയൊരു ഇത് വെച്ച് ആൻറ്റി പറഞ്ഞു ഇങ്ങനെ എന്നെ തലേദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഇതൊക്കെ വെച്ച് ഞങ്ങൾ ജസ്ന വന്ന് ഇറങ്ങിയ ഉടനെയുള്ള അടുത്ത മുണ്ടക്കയം ബസ് ഞങ്ങളവിടെ എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ ആദ്യത്തെ ബസ് ശിവഗംഗ എന്ന് പറഞ്ഞൊരു ബസ്സാണ്. ഞങ്ങൾ ഫോട്ടോസ് എല്ലാം ആദ്യം കൊണ്ടുപോയി ബസ് ഡ്രൈവറിനെ എല്ലാം കാണിച്ചപ്പോൾ അവർ അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറും എൻ്റെ ഒരു കസിൻ ബ്രദറും ഇവിടെ ഏതെങ്കിലും വീടുകളിലോ അല്ലാണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിലൊന്നും ക്യാമറ ഇല്ല. വീടുകളിലോ ഷോപ്പിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പയ്യെ ബൈക്കിലൊക്കെ പോയി നോക്കിയപ്പോഴാണ് ഈ കണ്ണിമല റൂട്ടിൽ കണ്ണിമല ബാങ്കിൻ്റെ അവിടെ ആ ബാങ്കിൽ ഏത് ബാങ്കായിരുന്നു ബാങ്കിൽ CC ക്യാമിൽ ഇവളെ കണ്ടു. അതൊരു വളവ് തിരിഞ്ഞ് വരികയാണ്. ഇവള് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഡ്രൈവർ സൈഡിലാണ് ഇരിക്കുന്നത്, 5ാമത്തെ സീറ്റിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ബാഗുണ്ട്, കൈ ഇങ്ങനെ മുകളിൽ വെച്ചാണ് ഇരിക്കുന്നത്. ബസ്സിൻ്റെ കയ്യിൽ ബാഗ്. ഡ്രസ്സൊന്നുമില്ല. ബുക്സ് മെയ് 3-ാം തീയതി ഏപ്രിൽ 3-ാം തീയതിയാണ് അവൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിന് ആ ഒരു ടെക്സ്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്, വേറെ ഒരു കാര്യങ്ങൾ. പിന്നെ അവൾ നോർമലി കോളേജിൽ കൊണ്ടുപോകുന്ന ആ ഒരു ബാഗ്, ആ ബാഗിൻ്റെ അകത്ത് കുട, പിന്നെ എന്താ ഇത് പേഴ്സ്, അതൊക്കെ ഉള്ളു. അതിലൊരു 2500 രൂപ കാണും. അത് അവൾ ഈ കോളേജിൽ നിന്ന് ഫോൺ അവൾ നോർമലി എടുക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നോർമലി അവൾ എടുക്കാറില്ല. ആ ഫോണിലോടൊന്നും വലിയ കമ്പമില്ലാത്ത ഒരാളാണ്. ഞങ്ങൾ ഫോൺ എടുത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് പഠിച്ചില്ല ആദ്യം. കാര്യം ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ആൻറ്റിയെ വിളിച്ചിട്ടാണ് ജസ്ന എന്തെങ്കിലും ചോദിക്കുന്നത്. ജസ്ന അവിടെ വീട്ടിലെന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം പിന്നെ അവൾ വിളിച്ച് ഞാൻ വഴക്ക് പറയാറുണ്ട്, എന്താ ഫോൺ എടുക്കാത്തത്. എനിക്ക് അത് ഞാൻ കണ്ടില്ല. അപ്പം അങ്ങനെ അതിനോടൊരു വെറുതെ ഫോണൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. ബ്രദറൊക്കെ വെച്ചാൽ അവിടെ ഫോൺ അവിടെ വെക്കും, ഒന്നും നോക്കത്തേയില്ല. സാധാ ഒരു ഫോണാണ്. നോക്കിയാടെ ഒരു 5-8 വർഷം പഴക്കമുള്ള പഴയ ഒരു ചെറിയ സെറ്റ്. അതിൻ്റെ അക്കങ്ങളൊക്കെ മാഞ്ഞു പോയി. അത് ഞങ്ങളുടെ അമ്മ ഉപയോഗിച്ചു, എൻ്റെ ഭാര്യ ഉപയോഗിച്ചു, ഇവളത് ഉപയോഗിക്കും. ഇവർക്ക് അങ്ങനെ ഫോണിനോടൊന്നും കമ്പമില്ല. ഇവിടെ കണ്ണിമല ബാങ്കിന്റെ CCTV ദൃശ്യത്തിലുണ്ട്. മുണ്ടക്കയം പോകുന്ന റൂട്ട് അതുവരെ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുണ്ടക്കയം ഈ കണ്ണിമല പുലിക്കുന്നെല്ലാം കഴിഞ്ഞിട്ടൊരു ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ആണെന്ന് കറക്റ്റ് അല്ല. അതിങ്ങനെ ഒരു റെഡ് ബാൻഡ് ഉണ്ട്. അവൾ റെഡ് ബാൻഡ് ഇടുന്നതായിട്ട് എനിക്കറിയില്ല. ഇതിങ്ങനെ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഫേസ് ക്ലിയർ അല്ല. ആ സീറ്റ് തന്നെ അതാണ് അറിയില്ലാത്തത്. ആ ഒരു കണ്ണിമല വരെ ഉള്ളൂ. അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിയോ പുലിക്കുന്ന്. അവിടെ ഇറങ്ങിയാൽ പുഞ്ചോയിൽ പോവാം. പെങ്ങളുടെ വീട് അവിടെ ഉണ്ടല്ലോ. തലേദിവസം എൻ്റെ പെങ്ങളെ ഫോൺ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അവളങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ല. പുഞ്ചോയിലിൽ അവൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന ചില ദിവസം ഞാനന്ന് പുഞ്ചോയിൽ ആൻറ്റിയുടെ വീട്ടിൽ പോകട്ടെ, പൊക്കോ. അവള് അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ കോളേജിൽ നിന്ന് ഡയറക്റ്റ് മുണ്ടക്കയം പോയിട്ട് ആൻറ്റിയുടെ വീടിൻ്റെ അവിടെ ചെന്നിറങ്ങാം. അന്നേരം അധികം നടക്കാനില്ല. അവർ ഒരു ചെക്ക് പോസ്റ്റ് എന്നൊക്കെ 504 ചെക്ക് പോസ്റ്റ് അവിടെയാണ് ചെന്നിറങ്ങുന്നത്. അവർ അധികം നടക്കാനില്ല. പക്ഷെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവൾ ഇവിടുന്ന് ഇല്ല. ഈ ഞാൻ മുണ്ടക്കയത്തും ഡയറക്റ്റ് പോവുകയാണെങ്കിൽ അധികം നടക്കാനില്ല. പുലിക്കുന്ന് ഇറങ്ങിയെങ്കിൽ ഓട്ടോയ്ക്ക് പോകണം. 3 കിലോമീറ്ററോളം നടക്കണം. അത് നടക്കാൻ സാധ്യതയില്ല. ആൾക്കാരുണ്ട്, എന്നാലും നടന്നു പോകുന്ന സ്വഭാവക്കാരിയല്ല. അവൾ ഇതുവരെയായിട്ട് ഇവിടുന്ന് മുക്കൂട്ടം നടന്നു പറ്റില്ല. ഇവിടെ ഞങ്ങളൊക്കെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അവളങ്ങനെ പോകാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും വണ്ടിയേലെ കൊണ്ടുവിടുള്ളൂ. അവൻ്റെ ബൈക്കേലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് അവൻ്റെ വണ്ടിയേലേ പോയിട്ടുള്ളൂ. അവന് രാവിലെ 7 മണിക്കെങ്ങാനും പോകണമെന്ന് പറഞ്ഞാലേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. അത് അപൂർവമായ സംഭവമാണ്. ഒരു പ്രശ്നമില്ല.
ഹാപ്പിയായിരുന്നു. പച്ചപ്പുടവയണിഞ്ഞ പത്തനംതിട്ടയ്ക്ക് പുതുമയുടെ പൊൻതിളക്കവുമായി ജോയ ലുക്കാസ്. ലോകത്തിന്റെ പ്രിയ ജ്വല്ലറി ബ്രാൻഡ് ജോയ ലുക്കാസ് ഇനി മുതൽ പത്തനംതിട്ടയിലും. വെഡിംഗ് ആഭരണങ്ങൾ, ഡിസൈനർ ട്രെൻഡി ഗോൾഡ് കളക്ഷൻ, ഡയമണ്ട് കളക്ഷൻ, പ്രഷ്യസ് സ്റ്റോൺ, പോൾക്കി പ്ലാറ്റിനം കളക്ഷൻ തുടങ്ങി ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, പത്തനംതിട്ട.